الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും ഒരുപാട് വട്ടം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനമുള്ള മോമിനീങ്ങളെ, മോമിനാത്തുകളെ, ഹാജിമാരെ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യ മദീന ഭൂമിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുവരെ നമ്മൾ പറഞ്ഞു. അങ്ങനെ എത്തി തഹിയ്യത്ത് നിസ്കരിച്ച് മുത്തുനബിക്ക് സലാം പറഞ്ഞു. നമ്മൾ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സിയാറത്തും ആ സലാം പറച്ചിലൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മദീന സന്ദർശനവും ഹബീബായ മുത്തുനബിയോടുള്ള സലാം പറയലും അവിടുത്തെ ദുആയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കപ്പെടുന്ന രീതിയിൽ അത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ല പറയുന്നുണ്ട്, ആയിഷ ബീവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, സഹോദരൻ്റെ പുത്രൻ, ഞാൻ എൻ്റെ അമ്മായിൻ്റെ അടുത്ത് കയറി ചെന്നു. അമ്മായി എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ പെങ്ങൾ. ഞാൻ പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ ഇക്തശിഫീലി അൻ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബൈഹി. ആയിഷ ബീവിൻ്റെ വീട്ടിലായിരുന്നല്ലോ 3 പേരുണ്ടായിരുന്നു. എനിക്ക് നബിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നബിൻ്റെ 2 കൂട്ടുകാരുടെയും ഖബർ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഖബർ കാണിച്ചു തന്നു. ലാ മുഷറഫ വലാ ലാത്തിഅ മബ്തൂഹ ബത്ഹാഇൽ അർസത്തിൽ ഹംറ. അപ്പോൾ കൂടുതൽ ഉയർത്തിയിട്ടില്ല, ആ ഭൂമിനോട് പരന്നു കിടക്കുകയല്ല. ആ വിധത്തിലുള്ള 3 ഖബറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എൻ്റെ ഉമ്മ കാണിച്ചു തന്നു. കൂടുതൽ പൊന്തിച്ചിട്ടുമില്ല, ആ ഭൂമിനോട് നിരപ്പായിട്ടുമല്ല കിടക്കുന്നത്. ആ റൂമിലാണ്. പിന്നെ പറയാണ്, വറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖദ്ദമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് മുന്നിൽ കണ്ടു. അബൂബക്കറും റൗസുഹു ബൈന കത്തിഫൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്നത് റസൂലുള്ളാഹിൻ്റെ 2 തോളിനോട് കണക്കാക്കിയിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയുള്ളത്. മുഖദ്ദമൻ ഉമർ റളിയല്ലാഹുവിൻ്റെ റിജലൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൻ്റെ ഏകദേശം അടുത്താണ്. അപ്പോൾ അത്രയും വ്യത്യാസത്തിലാണ് ഉള്ളത്. ആ രീതിയിലാണ് ഖബറുള്ളത്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് അദബ്. നബിൻ്റെ നേരെ കിടത്തണ്ട, നബിനെ ബഹുമാനിച്ചു കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കിടത്തിയിട്ടുള്ളത്. ഏതായാലും 3 പേർക്കും സലാം പറഞ്ഞു. ഇനി ഖിബിലക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദ്വാരിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഖിബിലക്ക് തിരിയാനൊന്നും കഴിയില്ല കേട്ടോ. സലാം പറഞ്ഞ് വേഗം പോകേണ്ടി വരും. എന്നിട്ട് കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ട് ദ്വാരക്കേണ്ടി വരും.
ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഈ 1500 കൊല്ലത്തിനിടയിൽ എത്ര ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും? ഒരേ സ്ഥലമാണല്ലോ. ഇപ്പോൾ നമ്മൾ മക്കത്ത് പോകുന്നുണ്ട്, അറഫയിൽ പോകുന്നുണ്ട്, അവിടെയൊക്കെ മുഅ്മിനീങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന എല്ലാവരും വന്നു പോയിട്ടുണ്ട്. മുത്തുനബിക്ക് സലാം പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്ര ആളുകൾ വന്നു പോയിട്ടുണ്ടാവും? ആ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്ര ഔലിയാക്കൾ വന്നിട്ടുണ്ടാവും? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എത്ര വട്ടം നിന്നിട്ടുണ്ടാവും സലാം പറയാൻ വേണ്ടി? ഉമർ റളിയല്ലാഹു അൻഹു എത്ര വട്ടം നിന്നിട്ടുണ്ടാകും? എത്രല്ലേ, 10,000-കണക്കിന് സ്വഹാബികൾ സലാം പറയാൻ നിന്നിട്ടുണ്ടാകും. അതിനുശേഷം വന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളുമായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ നിന്ന സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ബറക്കത്ത് ആ സ്ഥലത്തിനുണ്ട്, ആ നിൽക്കുന്ന സ്ഥലത്തിന്. ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കാനാണ് നമുക്ക് തൗഫീഖ് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം സലഫു സാലിഹീങ്ങളായ ഔലിയാക്കന്മാരും ഉലമാക്കളും ശാഫിഈ ഇമാമും സ്വഹാബികളും താബീങ്ങളും താബീങ്ങളൊക്കെ പോയി നിന്ന് സലാം പറഞ്ഞൊരു സ്ഥലമാണ്. യാ അല്ലാഹ്, വല്ലാത്തൊരു തൗഫീഖാണ്. കാരണം അവരൊക്കെ സലാം പറഞ്ഞിരുന്ന സ്ഥലം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തല നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു. ഒരുപാട് ഓൾസുകൾ കാണാം. ആ ഒരു മൂന്നാമത്തെ ഓൾസ് അവിടെ. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. സ്വാലിഹീങ്ങളായ അമ്പിയാക്കളും ഔലിയാക്കളും മറ്റൊക്കെ നിർവഹിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി നമ്മൾ ദുആരിക്കുകയാണ്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുകയും പ്രബലപ്പെടുത്തുകയും ചെയ്ത ഹദീസിൽ കാണാം, ലമ്മഖ്തറഫ ആദമുൽ ഖതീഅ, ഉപ്പ നമ്മളെ വാപ്പ ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മാ ഗഫർതലി, മുഹമ്മദിൻ്റെ ഹക്കോട് എനിക്ക് പുറത്ത് തന്നേ പറ്റു പഠിച്ചോനേ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ചോദിച്ച, ആദമേ എങ്ങനെയാണ് നീ മുഹമ്മദിനെ അറിഞ്ഞത്? വലം അഖ്ലുഖുഹു, ഞാൻ പടച്ചിട്ടില്ലല്ലോ. ഖാല, അത് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ ഖലഖ്തനീ ബിയദിക വനഫഖ്ത ഫീഹ മിൻ റൂഹിക, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി, ഫറഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അർശിൻ്റെ എല്ലാ തൂണുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയത് കണ്ടു. ഫഅറഫ്തു അന്നക ലം തുളിഫ് ലിസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, അപ്പം എനിക്ക് മനസ്സിലായി നിൻ്റെ സൃഷ്ടികളിൽ, കോടാനക്കോടി സൃഷ്ടികളിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട ആളെയല്ലേ നിന്നിലേക്ക് ചേർത്തി എഴുതൂ. നീ നിന്നിലേക്ക് ചേർത്തി എഴുതിയിട്ടുള്ള ഈ പേര് മുഹമ്മദ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടപ്പിൻ്റെ പേരാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, സദഖത യാ ആദം, ആദമേ നീ പറഞ്ഞത് സത്യമാണ്. ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, ആ മുഹമ്മദാണ് അവൻ എൻ്റെ സൃഷ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിരിശപ്പെട്ടയാൾ. ഇൻ സഅൽതനീ ബിഹഖ്ഹി ഫഖദ് ഗഫർതു ലക്, ആ മുഹമ്മദിൻ്റെ ഹക്ക് കൊണ്ട് നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. വലൗലാ മുഹമ്മദുൻ ലമാ ഖലഖ്തുക, മുഹമ്മദില്ലായിരുന്നെങ്കിൽ ആദമേ നിന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. മുഹമ്മദിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, മുഹമ്മദ് നിങ്ങളെ സന്താന പരമ്പരകളിൽ നിന്ന് വരാൻ. ഇമാം നസായിയും തുർമുദിയും റിപ്പോർട്ട് ചെയ്തത്, തുർമുദി ഇമാം പ്രബലപ്പെടുത്തിയ ഹദീസുണ്ട്, അന്ന റജുലൻ ളരീറൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കണ്ണ് കാണാത്ത വ്യക്തി നബിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് സുഖപ്പെടാൻ വേണ്ടി, കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻഷാഉത്ത ദഅഉതു വ ഇൻശിത ദഅഉതു വ ഇൻശിത സബർതു, നീ എനക്ക് വേണമെങ്കിൽ ഞാൻ ദ്വാരക്കാം, അതല്ലെങ്കിൽ നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞു. ഇൻഷീത ദഅഉതു വ ഇൻഷീത സബർതു, നീ എനക്ക് വേണമെങ്കിൽ ഞാൻ ദ്വാരക്കാം, അല്ലെങ്കിൽ നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞു. ഫഹുവ ഖൈറുൽ ലക, ക്ഷമിക്കലാണ് നല്ലത്. കണ്ണ് കാണാത്ത വ്യക്തിനോട് പറയാണ് നിനക്ക് ക്ഷമിക്കലാണ് ഏറ്റവും നല്ലത്. ഫഖാല,
ഫദ്ഉ, നബി ഞങ്ങൾ ദ്വാരക്കി, കണ്ണ് കാണാൻ വേണ്ടി ദ്വാരക്കി എന്ന് പറഞ്ഞു. ഫഅമറഹു അൻ യതവല്ല, വുളു എടുക്കാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഹ്സിന വുളുഅഹു, വുളുവിൻ്റെ എല്ലാ ആദാബുകളും ചിട്ടയും പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കണേ, നമ്മൾ കാര്യമായിട്ട് ദ്വാരക്കാനൊക്കെ വിചാരിക്കുമ്പോൾ നന്നായിട്ട് വുളു എടുത്ത് വുളുവിൻ്റെ എല്ലാ ആദാബുകളും പാലിച്ച് വേണം വുളു എടുക്കാൻ. വുളു എടുക്കലൊക്കെ നമുക്കൊന്ന് പഠിക്കണം ഇൻഷാ അല്ലാഹ്, ഒഴിവുണ്ടെങ്കിൽ എങ്ങനെയാണ് പൂർണ്ണമായ രീതി വുളു ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ നീ നന്നായിട്ട് എല്ലാ ചിട്ടകളും ആദാബുകളും പാലിച്ചുകൊണ്ട് വുളു എടുക്കണം. യദ്ഉ ബിഹാദ ദുആ, എന്നിട്ട് ഇതാണ് ദ്വാരനാളെന്ന് പറഞ്ഞു. എന്താ ദ്വാരക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക മിൻ നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മതി യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ലതഖ്ലി ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ. എന്നിട്ട് നബി തങ്ങൾ പറയണം, അല്ലാഹുവേ ഞാൻ എന്നോട് ചോദിക്കുന്നു, നിൻ്റെ നബി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. കാരുണ്യത്തിൻ്റെ നബിയായ യാ മുഹമ്മദ്, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, മുഹമ്മദേ നിങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ഫീ ഹാജത്തി, എൻ്റെ ആവശ്യത്തിന്, തഖ്ലി ലി എനിക്ക് വീട്ടിത്തരാൻ വേണ്ടി. അല്ലാഹുമ്മ ശഫിഉഹു ഫിയ, അല്ലാഹുവേ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് ആ സ്വഹാബി അങ്ങോട്ട് ദ്വാരുന്നു. ഫഖാമ, ആ ദ്വാരത്ത് കഴിഞ്ഞിട്ട് മൂപ്പരായി ഇരുന്ന് ദ്വാരുന്നു. അവിടെ നിന്നാണ് എണീറ്റു. വഖദ് അബ്സർ, കണ്ണിന് 2 കാഴ്ചയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂപ്പരങ്ങനെ കടന്നുപോയി എന്ന്. ഒത്തറോ തുബറാനിയു ബി സനദിൻ ജയ്യിദിൻ, ആ ദുആയിൽ ഇമാം തുബറാനിയുടെ റിപ്പോർട്ടിങ്ങിലുണ്ട്, ബിഹഖി നബിയിക വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി, എൻ്റെ നബിൻ്റെയും എൻ്റെ ഈ നബിൻ്റെ മുമ്പുള്ള എല്ലാ അമ്പിയാക്കളുടെയും ഹക്കോട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന ദുആയുള്ളത്. അപ്പോൾ ഇതിനാണ് തവസ്സുൽ എന്ന് പറയാം. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ്. അപ്പം അമ്പിയാക്കളോ ഔലിയാക്കളോ മുഖേനൊക്കെ തവസ്സുലാക്കി ദ്വാരിക്കുക എന്നതിന് പറയാം. ഇതൊക്കെ ഹദീസിൽ അടിസ്ഥാനമുള്ളതാണ്. ഇനി അമലുകൾ തവസ്സുലാക്കി ദ്വാരിക്കും. നിസ്കാരം, ഖുർആൻ പാരായണം, സ്വതക്ക, ഇതൊക്കെ തവസ്സുലാക്കിയിട്ട് എൻ്റെ സ്വതക്കിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ ദ്വാരക്കുന്ന പെട്ടാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു മഴയില്ലാത്ത കാലത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇരുത്തിയിട്ട് ദ്വാരുന്നൊരു സംഭവമുണ്ട്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ചോദിക്കുന്ന ആൾക്കാരെ ചോദ്യം നബി തങ്ങൾക്ക് മനസ്സിലാകും. ഒരാൾക്ക് ഒരു ദീർഘമായ ഹദീസുണ്ട്. ഒരാൾ നബിൻ്റെ കാലത്ത് മഴയില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഒരാൾ നബിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്തസ്ഖി ഉമ്മത്തിക്ക്, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തസ്ഖി ഉമ്മത്തിക്ക്, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴയ്ക്ക് വേണ്ടി ചോദിക്കണം പടച്ചവനോട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഉറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. മഴ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ് സല്ലല്ലാഹു അലൈക യാ മുഹമ്മദ് എന്നൊക്കെ ദുആഇൻ്റെ ഭാഗത്ത് പറയൽ സുന്നത്താണെന്നും പണ്ഡിതന്മാരിലും ചിലർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി പറയേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ദ്വാരക്കുമ്പോഴൊക്കെ ഖബറിലേക്ക് തിരിഞ്ഞാണ് ദ്വാരക്കാറുള്ളത്. ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് ദ്വാരക്കേണ്ടത്. സലാം പറയലും മറ്റുമൊക്കെ ഖുർആൻ ഓതലൊക്കെ ഖബറാളിയിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിലും ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ തിരിയേണ്ടത് കൊടുക്കാണ്, ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്, അല്ല ദ്വാ ചെയ്യേണ്ടത്. ദ്വാഇൻ്റെ ഖിബില എന്ന് പറയുന്നത് കഅബയാണ്, നിസ്കാരത്തിൻ്റെ ഖിബിലയാണ്. ഇനി 8ാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്.
ലാ യജൂസു യുതാഫു ബി ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഇങ്ങനെ തവാഫ് ചെയ്യൽ സുന്നത്തില്ല, ജായിസല്ല, ഹറാമാണ്. നബി തങ്ങളെ ഖബർ നമുക്ക് ചുറ്റാനൊന്നും കഴിയില്ല, നമ്മൾ പുറത്താണ്. നബി ഇമാം ഇത് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല. അന്ന് വലിയ കെട്ടിടങ്ങളോ തിരക്കുകളൊന്നുമില്ല. അങ്ങനെ ആ ഖബർ തവാഫ് ചെയ്യൽ ജായിസാവൂല. ഇക്റഹു ഇൽസാഖുൽ ബത്നി വല്ലഹിരി ബി ജിദാരിൽ ഖബരി, ഖബറിൻ്റെ ആ ചുമരുണ്ടല്ലോ, ആ ചുമരിലേക്ക് വയറോ അതുപോലെ തന്നെ ചുമലോ ചേർക്കൽ, അതും കറാഹത്താണ്. അങ്ങനെ ആ ചുമരിനോട് ചാരി ഇങ്ങനെ ഒട്ടി നിൽക്കുക, അതും പാടില്ല. പുറത്തൊക്കെ ഖാലഉൽ ഹലീമി വൈറുഹു വൈക്റഹു മസ്ഹൂഹു ബില്ലദി വ തഖ്ബീലുഹു, കൈകൊണ്ട് ഖബർ തടവലും കറാഹത്താണ്, അതിനെ ചുംബിക്കലും കറാഹത്താണ്. ബലിൽ അദബ് അൻ യബ്ഉദ അൻഹു, അദബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ നിൽക്കലാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തല്ലേ, അപ്പോൾ മുത്തനബിൻ്റെ ഖബർ പോയിട്ട് ഇങ്ങനെ ചുംബിക്കലാ. അപ്പം അദബ് അകല് നിൽക്കലാണ്. കമാ യബൂദു മിനൽ ഹദറ ഫി ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരാൾ ഹാജരാവുകയാണെങ്കിൽ എങ്ങനെയാണോ ദൂരെ നിൽക്കുക അങ്ങനെയല്ലേ നിൽക്കുക, അതേപോലെ ദൂരെ പോയിട്ട് നിൽക്കലാണ് അദബ്. ഹാദാ ഹുവ സ്വവാബ്, നബിമാൻ പറയാണ് ഹാഷിയത്തുൽ ഇലാഹി 219 പേജ്. ഇത് മാത്രമാണ് ശരി. വഹുവല്ലദീ ഖാലഹുൽ ഉലമാഉ, ഇതാണ് ആലിമീങ്ങൾ പറഞ്ഞത്. വാത്തബഖു അലൈഹി, എല്ലാവരും ഇക്കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ കവലയാക്കന്മാരെ ഖബറിങ്ങനെ പോയാൽ എന്താ കാട്ടുക? മമ്പറത്തോ എവിടെയെങ്കിലുമൊക്കെ പോയാൽ കുറേ ആൾക്കാർ അയ്മനിട്ട് കിടക്കും, കുറേ ആൾക്കാർ അയ്മനിങ്ങോട്ട് ഒട്ടി നിൽക്കും അല്ലേ? അപ്പം നിങ്ങൾ പറയും കുറേ മൂലയന്മാരൊക്കെ അങ്ങനെ ചെയ്യണ കണക്കണല്ലോ. നമുക്കിപ്പോൾ സത്യം പറയണോണ്ട് ബേജാറൊന്നുമില്ല. ചിലപ്പോൾ ആൾക്കാരെന്താ പറയും, നിങ്ങൾ സുന്നിയല്ല എന്നൊക്കെ പറയും. പിന്നെ നബിമാമും സുന്നിയാവില്ല. ഇമാം നബി തങ്ങൾ പറയാണ് വയംബഗി അല്ലാ യഗ്തറ ബി കസീരിൻ മിനൽ അവാമി ഫി മുഖാലഫത്തിഹിം ദാലിക്, ഈ പറഞ്ഞതിനെതിരെയൊക്കെ ഒരുപാട് സാധാരണക്കാർ ചെയ്യുന്നത് കാണും. അതുകൊണ്ട് അത് ശരിയാണെന്നല്ല. എത്ര കാലമായി ഇപ്പോൾ തുടങ്ങിയിട്ട്, എത്ര കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ. അന്നൊന്നും മൂലയന്മാരില്ലേനോ, അന്നൊന്നും പണ്ടേമാരില്ലായിരുന്നോ? വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. അന്ന് മൂലയന്മാർ പറഞ്ഞോ അല്ലേന്ന് ഇപ്പോൾ ഇയാൾക്കറിയൊന്നുമില്ലല്ലോ. എല്ലാ കാലത്തും മൂലയന്മാരുണ്ട്, നബിമാം പറയണ കാലത്തും ഉണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഉണ്ടാണത്. നബിമാം എന്ന് പറയുന്ന ആൾ ഇത് പറയണ കാലത്തും എന്തുണ്ട്, ഈ പണിയുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇതിനോട് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നീ എന്താക്കണ്ട, ചതിയിൽ പെടണ്ട. ഫൈനൽ ഇഖ്തിദാ വല്ലമല ഇന്നമായിക്കൂനു ബി അഖ്വാലിൽ ഉലമാ, പണ്ഡിതന്മാരുടെ വാക്കും കൊണ്ടാണ് അമൽ ചെയ്യേണ്ടത്. ആലിമീങ്ങൾ എന്ത് പറഞ്ഞു എന്നിട്ടാ സാധാരണക്കാരെന്ത് ചെയ്തു എന്നോ അല്ല. ആലിമായിരിക്കണം കേട്ടോ, സാധാരണ ഒരു മൂലയാരി എന്നല്ല. ഒരു ആലിം അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് നബിമാനെ പോലത്തെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ആലിമീങ്ങളെ വാക്കുകൊണ്ടാണ് അമൽ ചെയ്യേണ്ടത്. വലാ യൽതഫിത മുഹ്ദസാത്തിൽ അവാമി വ ജഹാലാത്തിഹിം, പൊതുജനം പല കാര്യങ്ങളും ഖബറിൻ്റെ അവിടെയും മറ്റുമൊക്കെ ഉണ്ടാക്കും. അവിടേക്ക് ഇത് തിരിഞ്ഞു നോക്കണ്ട. ഏത് സ്ഥലത്ത് ചെന്നാലും, പള്ളിയിൽ ചെന്നാലും, മഖബറയിൽ ചെന്നാലും, ഹജ്ജിൻ്റെ അവിടെ ചെന്നാലും, കഅബൻ്റെ അടുത്ത് ചെന്നാലും ഒക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് പലതും കാട്ടിക്കൂട്ടും. അത് കണ്ടിട്ട് ബാക്കിയുള്ളവൻ അതിൻ്റെ പിന്നാലെ ചെല്ലും. അങ്ങനെയാണല്ലോ സാധാരണക്കാരുടെ രീതി. ഒരു സ്ഥലത്ത് ഒരൊച്ച കേട്ടാൽ, എന്തോ ഒരൊച്ച കേട്ടാൽ, അല്ലെങ്കിൽ 2-3 ആൾക്കാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയേ കണ്ടാൽ ആൾക്കാർ ഒന്നായിട്ട് കണ്ടിട്ട് ഓടും. ഒന്നുമില്ല, ഓലോടി അതുകൊണ്ട് ഞാനോടുക. അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, 2-3 ആൾക്കാർ. ഞാൻ പാട് പോകണോ, എനിക്കിപ്പോൾ എന്താ കാര്യം, അങ്ങനെ ആലോചിക്കണം. 1-2 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഓടുക ചെയ്യുക, എന്താണോ എന്ന് വെച്ചിട്ട്. കാരണം അങ്ങോട്ട് ഓടി ചെല്ലാൻ പറ്റുമല്ലേ എന്ന് ആലോചിക്കണ്ടേ. അവിടെ ബോംബറ്റ പൊട്ടിയാണെങ്കിലോ. വലാ യൽതഫിത് ഇലാ മുഹ്ദസാത്തിൽ അവാമി വ ജഹാലാത്തിഹിം വലഖദ് അഹ്സന സയ്യിദുൽ ജലീൽ അബു അലിയുൽ ഫുളൈൽ ഇബ്നു ഇയാദ്, മഹാപണ്ഡിതനും സൂഫി പണ്ഡിതന്മാരുടെ നേതാവുമായ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത്തബിഉ തുറുഖൽ ഹുദാ വലാ യദുറുക ഖില്ലത്തുസ് സാലിക്കീൻ വ ഇയ്യാക വ തുറുഖൽ ദലാലതി വലാ തഗ്തറ ബികസറത്തിൽ ഹാലിക്കീൻ. സത്യത്തിൻ്റെ മാർഗ്ഗമാണ് പിൻപറ്റേണ്ടത്, ഹിദായത്തിൻ്റെ വഴികളെ നീ പിന്തുടരുക. വലാ യദുറുക ഖില്ലത്തുസ് സാലിക്കീൻ, സത്യവഴിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല. വലാ യദുറക,
സത്യവഴിയിൽ പ്രവേശിക്കുന്ന ആളുകൾ, നേരായ വഴി പറയുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല. അവർ കുറഞ്ഞു നിർത്തിയിട്ട് എന്താ, നിനക്കെന്താ പ്രശ്നം? വയ്യാക്കവ തുറുക്കല്ലാല, വഴികേടിൻ്റെ വഴികളിൽ നീ സ്വീകരിക്കരുത്, തെറ്റായ വഴികളിൽ നീ പ്രവേശിക്കരുത്. വയ്യാക്ക വലാ തഖ്തറ ബികസ്റത്തിൽ ഹാലിക്കീൻ, അതിൽ പ്രവേശിക്കുന്ന ആൾക്കാരായിരിക്കും സമൂഹത്തിലെ കൂടുതൽ ആളുകളും എന്ന് കരുതിയിട്ട്, അവരൊക്കെ അങ്ങനെയെന്ന് കരുതിയിട്ട് ആ വഴിയിൽ നീ പ്രവേശിക്കേണ്ട, അതിൽ ചതിയിലകപ്പെടേണ്ടതില്ല. അവങ്ങോട്ട് മൂപ്പര് പറയാണ്, ഇമാം നബി റഹ്മഹുല്ലാ ജസാഉല്ലാഹു ഖൈറ, ബഹുമാനപ്പെട്ടവർ പറയാണ്, വമൻ ഖത്തറ ബിബാലിഹി അന്നൽ മസ്ഹബില്ലദി വനഹ്വിഹി അബ്ലഗു ഫിൽ ബറക്കത്തി, കൈകൊണ്ട് തൊടൽ കൂടുതൽ ബർക്കത്ത് കിട്ടും ഖബറുകളൊക്കെ പോയിട്ട്. റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ചായി പറയുന്നത്, ബാക്കിയുള്ളവർക്ക് ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ ഹബീബായ കരളിൻ്റെ കഷ്ടമായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കൈകൊണ്ട് തൊടലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് നിൽക്കലൊക്കെ ബർക്കത്താണ്, അതിൽ കൂടുതൽ ബർക്കത്ത് കിട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഫഹുമിൻ ജഹാലത്തിഹി, അത് വിവരക്കേടാണ്. വഗഫലത്തിഹി, അന്തക്കുറവാണ്. കാരണം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ബർക്കത്ത് ഇന്നമാഹിയ ഫീമാ വാഫഖ ശർഅ, ദീനിനോട് യോജിക്കുന്ന കാര്യം ചെയ്യുമ്പോഴാണ് ബർക്കത്ത് കിട്ടുക. വാഖ്വാൽ ഉലമായി, ആലിമീങ്ങൾ പറഞ്ഞ വാക്കിനോട് യോജിക്കുന്നതിനാണ് ബർക്കത്ത് കിട്ടുക. ഫകൈഫ യബ്തഗൽ ഫദ്ലു ഫീ മുഖാലഫത്തി സ്വഭാബ്, അപ്പോൾ ശരിയായതല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എങ്ങനെ ബർക്കത്ത് ഉണ്ടാവുക, അതിലെങ്ങനെ ശ്രേഷ്ഠത ഉണ്ടാവുക എന്ന് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖബർ ചുംബിക്കൽ ജായിസാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില സംഭവങ്ങളിലൊക്കെ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകും. അവർ വലിയ മഹാന്മാരൊക്കെ ആയിരിക്കാം, അത് അവരുടെ അഭിപ്രായം നിങ്ങൾ കൂട്ടിയാൽ മതി. അവർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ചില നിയന്ത്രിക്കാൻ കഴിയാത്ത മഹബത്തിൻ്റെ ഒക്കെ ചില സാഹചര്യങ്ങളിൽ ചില ആളുകളൊക്കെ ഹബീബായ നബി തങ്ങളുടെ ഖബറിന്മേൽ മുഖം വെച്ചിട്ടുണ്ടാകും, കരഞ്ഞിട്ടുണ്ടാകും, കൈവച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിതാണ് ആലിമീങ്ങൾ പറഞ്ഞു തന്നതാണ്. അതൊക്കെ കണ്ട ആൾക്കാർ തന്നെയാണ് നമ്മൾ ഈ നബി ഇമാമൊക്കെ. അതിന് ചില നിമിഷങ്ങളിൽ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഏതോ ഒരാളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്യാനല്ലോ വേണ്ടത്. അതൊക്കെ ചെയ്തതും കണ്ടതും ഉദ്ധരിക്കപ്പെട്ട പണ്ഡിതന്മാരില്ലേ, ആ പണ്ഡിതന്മാർ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഖബറിങ്ങ ചെന്നാൽ ചെല്ലേണ്ടത്. എല്ലാവരും ചെന്നിട്ട് പിന്നെ ഒരു ഹദീസോ ഒരു സഹാബി ചെയ്തതോ മറ്റോ നോക്കിയിട്ട് എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങി, എന്തായിരിക്കും ഖബറിൻ്റെ അവസ്ഥ? വിവരമുള്ളവരും വിവരമില്ലാത്തവരൊക്കെ അവിടെ ചെല്ലും, പിന്നെ അതൊരു ആരാധനയായിട്ട് മാറും, പല പ്രശ്നവും അവിടെ ഉണ്ടാക്കും. നമ്മൾ സലാം പറയാം, എന്നിട്ട് പോരാ. ഞാനിതും കൂടെ പറയാം. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മളെ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ആലിമീങ്ങൾ ഇത്തിബാക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും ഉദ്ധരിക്കാൻ പാടില്ല. നമുക്കൊക്കെ ചിലതായിട്ട് ഓവറായി പോവുകയാണേ. ഒരു കൂട്ടർ സിയാറത്തും വേണ്ട ദുആവും വേണ്ട എന്ന് പറയുമ്പോൾ വേറെ കൂട്ടർ ഇപ്പുറത്തും കുറേ സ്ട്രോങ് ആക്കുകയാണ്. പിന്നെ അതൊക്കെ വേണം, എല്ലാം വേണം എന്ന് പറയുന്ന രീതി. ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്, മസ്സുൽ മശാഹി വ തഖ്ബീലുഹ ഇബാദത്തുൽ നസാറ വൽ യഹൂദ്, ഈ ഖബറിങ്ങനെ പോയിട്ട് തൊടലും അതിനെങ്ങനെ ചുംബിക്കലും നസാറാക്കളെയും ജൂതന്മാരുടെ ഇബാദത്താണ്, ആ പണി നമ്മൾ ചെയ്യരുത് എന്ന് ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് ഇഹ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വിദഅത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ നബിതങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെയുള്ളത് ഇങ്ങോട്ട് അടുക്കലല്ല. നമ്മളൊരു വലിയ ഒമ്പറന്നങ്ങളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒമ്പറന്നങ്ങൾ തൊട്ടടുത്ത് പോയിട്ട് നമ്മൾ നിൽക്കൂലല്ലോ, ദൂരെ പോയിട്ടല്ലേ നിൽക്കുക. എന്തിനു പറയണം? ഇപ്പം ഞാൻ നിസാരനായ വ്യക്തിയാണ്. എൻ്റെ ഒരു ശിഷ്യൻ ഒരുപാട് കാലം പഠിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ശിഷ്യൻ വന്നാൽ തൊട്ടടുത്ത് വന്നാൽ നിൽക്കല്ലോ, കുറച്ച് ദൂരെ പോയി നിന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. അതാണ് അതിൻ്റെ ബഹുമാനം, അദബ്. അപ്പം ഞാൻ ഔലിയാക്കന്മാരെ കാര്യം പറയണോ? അപ്പോൾ അത് കറാഹത്താണ്. ഒരാൾ നിയന്ത്രണം വിട്ടിട്ട് അവസ്ഥ മാറിയിട്ട് അങ്ങനെയൊക്കെ ചില അവസ്ഥ ഉണ്ടാകും. അങ്ങനത്തെ അവസ്ഥയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തല്ല,
അതേമാതിരി ഖബറിന് മുന്നിൽ കുനിയ, അതുപോലെ തന്നെ ഭൂമി ചുംബിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴേ. ഖബറിങ്ങെ പോയിട്ട് ഭൂമി ചുംബിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു തരീക്കത്ത് പഴച്ച തരീക്കത്തുണ്ട്, ആ തരീക്കത്തിനെ നമ്മൾ പുറത്താക്കിയതാണ്, കുറേ ആൾക്കാരതിൽ കൂടിനു. ഇപ്പോൾ കേൾക്കുന്നുണ്ട് അവിടെ ശേഖ് മരിച്ചതിന് ശേഷം അവിടെ പോയിട്ട് എന്തുണ്ട് ആൾക്കാർ സുജൂദ് ചെയ്യുന്നുണ്ട്. ഭൂമി ചുംബിക്കുക എന്ന് അവർ പറയാം, സുജൂദ് എന്ന് പറയാൻ സമ്മതിക്കില്ല, ഭൂമി ചുംബിക്കുകയാണെന്നുള്ളത്. അതൊക്കെ കറാഹത്താണ്, വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. ഇക്കാര്യം പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമർ റഹീമായ തമ്പുരാനെ, നിൻ്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ അവിടുത്തെ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഈമാനിലും അമലിലുമുള്ള എല്ലാ പോരായ്മകളും നീ പരിഹരിച്ച് ശുദ്ധമാക്കി പൂർണ്ണമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോ ദിവസവും ഈമാൻ വർദ്ധിക്കുന്ന ദിവസങ്ങളാക്കണേ റബ്ബേ. നിന്നോട് നിൻ്റെ ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി തരണേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും മാതാപിതാക്കളിലും ഭർത്താക്കന്മാരിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണസമയം ഈമാൻ നൽകണേ റഹ്മാനെ. മരണം വരെ ഈമാൻ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഈമാനത്തിൽ തെറിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാക്കരുതേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലാഹുവേ, അവരെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ നീ സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أوصيكم بالدعاء أيها المؤمنون.